ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റു. ചുനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി സൂര്യനാഥിനാണ് പരിക്കേറ്റത്. കൈക്കും കാലിനും വയറിനുമാണ് പൊള്ളലേറ്റത്. സ്കൂൾ വളപ്പിന്റെ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനാഥ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കവേ കാല് തെറ്റി ട്രാൻസ്ഫോമർ നിൽക്കുന്ന വേലിക്കുള്ളിലേക്ക് വീണാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ ചുനക്കര CHCയിൽ എത്തിക്കുകയും പിന്നീട് പരുമലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ശരീരത്തും കൈകളിലുമായി 25% പൊള്ളലേറ്റു. ഗുരുതരാവസ്ഥയില്ല എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം. സ്കൂളിന്റെ മുൻവശത്ത് വടക്കേയറ്റത്താണ് ട്രാൻസ്ഫോമർ ഉള്ളത്. ഇതിനു ചുറ്റുമായി മതിലും കമ്പിവേലിയും ഉണ്ട്. ട്രാൻസ്ഫോമറിന് ചുറ്റിലും ഉയരത്തിലുള്ള സുരക്ഷാ വേലികൾ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നു. KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അപകട സാധ്യത ഉള്ളതിനാൽ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് PTA പ്രസിഡന്റ് P പ്രവീണും ആവശ്യപ്പെടുകയുണ്ടായി. അപകടത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KCB ചായമ്മൂട് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. സ്കൂളുകളുടെ മുൻപിൽ നിന്ന് ഉടൻ തന്നെ ട്രാൻസ്ഫോമർ മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുക എന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രജീനസ് ഉണ്ണിത്താൻ, അസംബ്ലി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ഹസൈൽ, രാജേഷ് പനക്കൽ, ഷെറിൻ P ജോസ്, ആദർശ് പടനിലം, ഷാൻ ചാരുമൂട്, നിജീൻ, ഹുസൈൻ, രാജി എന്നിവർ എത്തിയിരുന്നു. ട്രാൻസ്ഫോമർ ഉടനെ മാറ്റി സ്ഥാപിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. You are watching India's first NGO television, Malanadu TV India.